Hello dear friends, welcome to Arabic-Guidance Tutoring Part 4. Part 3 വരെ നമ്മൾ 28 ലെറ്റേഴ്സിലെ 23 ലെറ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള 5 ലെറ്റേഴ്സാണ് ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 5 ലെറ്റേഴ്സ് മാത്രമേ കവർ ചെയ്യാനുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, അലിഫ് മുതൽ ലാം വരെ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പാർട്ട് 3യുടേത് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ലിങ്ക് പോയി പാർട്ട് 3 കാണുക. അപ്പോൾ ഈ ഒരു പാർട്ടിലെ ആദ്യത്തെ ലെറ്റർ മീം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ മലയാളത്തിലെ റാ പോലെ ഇങ്ങനെ വന്നിട്ട് ക്ലോസ് ചെയ്ത് കുറച്ച് ഇങ്ങനെ നീട്ടിയിട്ട് താഴോട്ട് വരയ്ക്കുക. ഒന്നുകൂടി കാണിക്കാം. മലയാളത്തിലെ റാ പോലെ ഇങ്ങനെ വരിക, ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുക, ഒരു ശകലം ഇങ്ങോട്ട് നീട്ടി താഴോട്ട് വരയ്ക്കുക. ഈ ഒരു ലെറ്ററിൻ്റെ പേരാണ് മീം. ലെറ്റർ നെയിം മീം. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് മ. ഇപ്പോൾ ലെറ്റർ നെയിം മീം മ. ലാം കഴിഞ്ഞിട്ട് വരുന്ന ലെറ്ററാണ് മീം. പ്രൊണൗൺസിയേഷൻ മ. അടുത്ത ലെറ്റർ നൂൺ വരയ്ക്കാൻ എളുപ്പമാണ്. യു പോലെ ഇങ്ങനെ വരയ്ക്കുക. പക്ഷേ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, ഇവിടെ നിന്നല്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് ഡോട്ടുണ്ട്. നടുക്ക് ഒരു ഡോട്ടുള്ള, മുകളിലാണ് ഡോട്ടുള്ള ഈ ലെറ്ററിൻ്റെ പേരാണ് നൂൺ. നൂണിൻ്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് ന. മലയാളത്തിലെ ന. അപ്പോൾ മീം, നൂൺ. നെക്സ്റ്റ് ലെറ്റർ ഒരു സർക്കിൾ പോലെയാണ്. ചിലർ സർക്കിളായിട്ട് എഴുതും, പക്ഷെ അച്ചടിയിലൊക്കെ ഒരു ചെറിയൊരു ട്രയാങ്കുലർ ഷേപ്പ് പോലെയാണ് വരുന്നത്. ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള സർക്കിൾ, ഒരു ഇങ്ങനെയൊക്കെ കാണും. ഇത്രയല്ല, ഈ ഒരു ഷേപ്പിനാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ലെറ്ററിൻ്റെ പേര് ഹ. ഈ ലെറ്റർ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും. നേരത്തെ നമ്മളൊരു ഖ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഷേപ്പിൽ ഡോട്ടില്ലാത്ത ഈ ലെറ്ററിൻ്റെ പേരും ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. ഹ. ഇത് ഹ. ഇത് സോഫ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഇത് കുറച്ച് ഹാർഷായിട്ട് ഇങ്ങനെ ഹ. ഇത് ഹ. ഇപ്പോൾ രണ്ടും തമ്മിൽ ഷേപ്പിന് നല്ല വ്യത്യാസമുണ്ട്. പ്രൊണൗൺസിയേഷൻ ഏകദേശം ഒരു ഇത് കണക്ക് ഒരേപോലെ തോന്നുമെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. ഹ. മീം, നൂൺ, ഹ. നെക്സ്റ്റ് 2 ലെറ്ററും കൂടിയേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ലെറ്റർ വാവ്. ഇങ്ങനെ 9 പോലെ അല്ലെങ്കിൽ ജി പോലെ ഇങ്ങനെ വരിക, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കോമ പോലെ. നമ്മൾ നേരത്തെ പഠിച്ച റോ, ഒക്കെ വരയ്ക്കുന്ന പോലെയാണ് വാവും വരയ്ക്കുന്നത്. അപ്പോൾ ഈ ലെറ്ററിൻ്റെ നെയിം വാവ്. പ്രൊണൗൺസിയേഷൻ വരുന്നത് വോ. മലയാളത്തിലെ ഒരു വോ ഇങ്ങനെ ഒരു പ്രൊണൗൺസിയേഷനാണ് കൊടുക്കുന്നത്. വോ. ഇനി ലാസ്റ്റ് ലെറ്റർ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു എസ് ഷേപ്പിന് ഇങ്ങനെ വന്നതിന് ശേഷം ഒരു യു ഷേപ്പ്. ഇവിടുന്ന് അറബിക് ലെറ്റേഴ്സ് എല്ലാം ഈ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. ആരും ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതരുത്. ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എഴുതുക. 2 ഡോട്ടുണ്ട്. ഈ ലെറ്ററിൻ്റെ പേര് യ. ഇതാണ് അറബിക്കിലെ ലാസ്റ്റ് ലെറ്റർ. പേര് പോലെ തന്നെ യ എന്നാണ് പ്രൊണൗൺസിയേഷൻ. യ. അപ്പോൾ ശ്രദ്ധിക്കുക, വോ, യ. ഇന്നത്തെ ലെറ്റേഴ്സ് 5 എണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മീം, മ, നൂൺ, ന, ഹ, വോ, യ. അപ്പോൾ ഇനി ഇതൊരു സിംഗിൾ ലൈൻ ബുക്കിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ലൈനിൽ മീം മുതൽ നമ്മൾ എഴുതുകയാണ്. മീം ഇതുപോലെ റാ പോലെ വന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഒരു വര. അപ്പോൾ ഇത് മീം. അടുത്തത് നൂണിൻ്റെ ഹാഫ് പോർഷൻ താഴോട്ടാണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഹാഫ് പോർഷൻ താഴോട്ടാണ് വരുന്നത്.
അടുത്തത് ഹ. ഹ മുകളിലാണ്. അടുത്തത് വാ. വായുടെ ഹാഫ് പോർഷൻ മുകളിലാണ്, ബാക്കി താഴോട്ട് ഇങ്ങനെ നീണ്ടുവരും. അടുത്തത് യ. യായും ഒരു എസിൻ്റെ ഹാഫ് പോർഷൻ മുകളിലും താഴെയുമായിട്ടാണ് യ. അപ്പോൾ ശ്രദ്ധിക്കുക, മീം, നൂൺ, ഹ, വ, യ. എല്ലാ ലെറ്ററിലും ഹ ഒഴിച്ച് ബാക്കി എല്ലാ ലെറ്ററും മുകളിലും താഴെയുമായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ 28 ലെറ്റേഴ്സും കവർ ചെയ്ത് കഴിഞ്ഞു ആൽഫബറ്റിലെ. നിങ്ങൾക്ക് വേണ്ടി ആദ്യം മുതൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഫസ്റ്റ് ലെറ്റർ അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ഖ, ദാൽ, ദാൽ, റാ, സ, സീൻ, സീൻ, ഷീൻ. ഷീനിന് 3 ഡോട്ടുണ്ട്, ട്രയാങ്കുലർ ഷേപ്പിൽ 3 ഡോട്ടുള്ള ഷീൻ. സീൻ, ഷീൻ. നെക്സ്റ്റ് ലെറ്റർ സോദ്. സോദ്, സോദ്. നെക്സ്റ്റ് ഡോട്ടുള്ള ദ്വാദ്. ഡോട്ടുണ്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ, ദ്വാദ്. നെക്സ്റ്റ് ത. ത ഇതുപോലെയാണ് വരുന്നത്, ത. നെക്സ്റ്റ് വരുന്നത് ഡോട്ടുണ്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ, തോ. ഇത് ത, ഇത് തോ. നെക്സ്റ്റ് ഐൻ. ഐൻ, ഐൻ, ഘൈൻ. ഡോട്ടുണ്ട്, ഘൈൻ. നെക്സ്റ്റ് ഫ. ഫ. നെക്സ്റ്റ് കോഫ്. കോഫ്. നെക്സ്റ്റ് കാഫ്. കാഫ്. കോഫ്, കാഫ്, ലാം. ഇന്ന് പഠിച്ച മീം. ഇവിടെ നിന്നാണ് എഴുതി തുടങ്ങുന്നത്. മീം, മീം, നൂൺ, ഹ, വ, യ. അപ്പോൾ 28 ലെറ്ററും നമ്മൾ പഠിച്ചു. ഒന്നുകൂടി വായിക്കാം. അലിഫ്, ബ, ഥ, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റാ, സ, സീൻ, ഷീൻ, സോദ്, ദോദ്, ത, തോ, ഐൻ, ഘൈൻ, ഫ, ഖോഫ്, കാഫ്, ലാം, മീം, നൂൺ, ഹ, വ, യ. ഇത്രയും ലെറ്ററുകൾ നിങ്ങൾ കുട്ടികളെ കൊണ്ട് എഴുതി തന്നെ പഠിപ്പിക്കുക. എഴുതുമ്പോൾ ഡോട്ടുകൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ എഴുതിയപ്പോൾ ഇത് കുറച്ചൊന്ന് അടുത്താണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഒരു ലൈൻ വിട്ടതിന് ശേഷം എഴുതുകയാണെങ്കിൽ ഈ ഡോട്ടുകൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ചില ലെറ്ററിന് അടിയിലും ഡോട്ടുണ്ട്, യായ്ക്കൊക്കെ അടിയിലും ഡോട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.